വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആരും ഇത് കാണാതെ പോരുത്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയല്ലേ, നമുക്കൊന്ന് റിലാക്സ് ആകാം, ഒന്ന് ചിരിക്കാം. കേരളത്തിലെ നമ്പർ 1 കോമഡി താരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മഹിളാ മോർച്ചയുടെ ചേച്ചിമാരല്ലേ. ഏതായാലും ഈ ചിഞ്ചു റാണിയോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ഈ സാധാരണ നമ്മൾ ഡിബേറ്റിലൊക്കെ കാണാറുണ്ട്. വന്നിരുന്നും അടിയും തൊഴിയും ഒക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് കണ്ടം വഴി ഓടലാണ് അവരുടെ പതിവ്. എന്തായാലും UDF അധികാരത്തിൽ വന്നു. UDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ കുറച്ച് പ്രഖ്യാപനങ്ങൾ ഇന്ദിരാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് പ്രഖ്യാപനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയിരുന്നു. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, KSRTC സൗജന്യ ബസ് യാത്ര 15-ാം തീയതി തൊട്ട് ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞു. എന്തായാലും കോൺഗ്രസ് ജയിച്ച് 102 സ്റ്റേറ്റിൽ അവർ വിജയിച്ചു. അവർ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സമയം ലേറ്റായി. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ഈ മഹിളാ കോമഡി മോർച്ചയുടെ ധീര വനിതകളെല്ലാം കൂടെ ചാടി ഇറങ്ങിയതും അവർ ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ കണ്ടുപിടുത്ത ജനങ്ങൾ പൊട്ടിച്ചിരിച്ചതൊന്നും ആരും മറന്നു കാണത്തില്ലല്ലോ അല്ലേ. ചേച്ചി ഇപ്പോഴും ഏറിലാണ്, താഴോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് BJPയുടെ വ്യക്താവായിട്ടുള്ള നമ്മുടെ ചിഞ്ചു മോള് വന്നിട്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഒന്ന് പൈറ്റാം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ എബിൻ വർക്കി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള നമ്മുടെ ചുണക്കുട്ടനല്ലേ, അടിച്ച് ആ വന്ന കണ്ടം വഴി തന്നെ ഓടിച്ചിട്ടുണ്ട്. അവിടെ പുല്ല് പോലും കിളിച്ചിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂട്ടത്തിൽ നമ്മുടെ അവതാരികയും നൈസായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചേച്ചി ഇതിനകത്ത് കിടന്ന് പെരളുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് എൻജോയ് ചെയ്തോളൂ. രാജ്യത്ത് BJP അധികാരം പിടിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളോട് വാരിക്കോരി കുറെ വാഗ്ദാനങ്ങൾ അങ്ങോട്ട് ഇട്ടുകൊടുത്തായിരുന്നു അല്ലേ. ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വെച്ച് വരും. അതായത് ഈ രാജ്യത്തെ കട്ടുമുടിച്ച് വിദേശ രാജ്യങ്ങളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളവരുടെ പണങ്ങൾ കംപ്ലീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കും, എന്നിട്ട് ഈ രാജ്യത്തെ പൗരന്മാർക്ക് 15 ലക്ഷം രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമെന്ന് പറഞ്ഞു. 10-22 വർഷമായിട്ടും ഇതുവരെ 15 ലക്ഷം പോട്ട് 15ന്റെ പൈസ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് പെട്രോൾ 50 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞത് ഇപ്പൊ ഏതാണ്ട് ഈ ഒരു മാസം കൊണ്ട് തന്നെ 2 തവണ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഈ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവശ്യ സാധനങ്ങൾക്കൊക്കെ വില വർദ്ധിക്കും. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അനുഭവിക്കുന്നത് കേട്ടോ. എന്തായാലും പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും ജനങ്ങൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങൾ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ കുരയ്ക്കുമ്പോൾ അതിന് അതേ നാണയത്തിൽ തിരിച്ചു മറുപടി കൊടുക്കാനായിട്ടുള്ള ഇവരെ പോലുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ. KSRTCയുടെ ഗ്യാരണ്ടിയുടെ കാര്യം അത് വലിയ സമരമായിരുന്നല്ലോ. ചില കോമാളി സമരങ്ങൾ വരെ ഇവിടെ നടത്തുകയുണ്ടായി. ഒരു സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഇവിടെ സമരങ്ങൾ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്ത് വായിക്കൊള്ളട്ടെ, ശ്രീ അബിൻ വർക്കി അദ്ദേഹം ഇതിനെ കോമാളി സമരം എന്ന് മഹിളാ മോർച്ചയുടെ സമരത്തെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ആയിക്കോട്ടെ, പക്ഷേ ആ കോമാളി സമരത്തിന്റെ പേരിൽ ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന സൗജന്യ യാത്ര KSRTCയിൽ എന്നുള്ളത് ഇന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുക. വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എങ്കിൽ ഏതു രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുൾപ്പെടെ മഹിളാ പ്രവർത്തകരുൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളത് നന്നായിട്ട് അറിയാം അബിൻ വർക്കിക്കും. ഇപ്പൊ അബിൻ വർക്കിയുടെ സർക്കാരിനും അത് അറിയാവുന്നതുകൊണ്ട് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും മുമ്പ് എങ്ങനെയാണ് സമരം ചെയ്യുക? അപ്പോൾ അതിനെ പല വിശേഷങ്ങൾ കേൾക്കേണ്ടി വരില്ലേ? അല്ലല്ലോ നിഷേ, എന്തിനാണ് ഇവർ 15-ാം തീയതി എന്നൊരു ഡേറ്റ് പ്രഖ്യാപിച്ചത്? വളരെ ആവേശത്തിൽ 15-ാം തീയതി എന്നൊരു ഡേറ്റ് പ്രഖ്യാപിക്കുന്നു. അന്ന് മുതൽ സൗജന്യ യാത്ര ഉണ്ടാകുമെന്ന് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഉറപ്പ് നൽകുന്നു. ഇവരുടെ മുഖ്യമന്ത്രി ആരാകും, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ സർക്കാർ നിയമനങ്ങൾ, ട്രാൻസ്ഫറുകൾ എത്ര പെട്ടെന്നാണ് നടന്നത്? എത്രയോ ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തതല്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇതിൽ മുഖ്യമന്ത്രി വന്ന് ഒപ്പിട്ടിട്ട് ആ നയം നടപ്പാക്കണമെങ്കിൽ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണ്ടേ? സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നതിന് ശേഷമാണോ ഇവിടെ KSRTC ടിക്കറ്റുകളിൽ അഡൽട്ട് എന്നുള്ളത് മാറ്റി മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള സർവേ തുടങ്ങിയത്? സത്യപ്രതിജ്ഞ ചെയ്തിട്ടെന്ന് ഞങ്ങൾ ആ ദിവസം സമരരംഗത്ത് ഇറങ്ങിയത് ഒരു സൂചന നൽകലായിരുന്നു. അതിന് ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല. ഈ വരുന്ന സർക്കാർ അത് കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. അബിൻ വർക്കി ചിരിക്കുന്നതിന് മുമ്പ് 15-ാം തീയതി എന്ന് പറയുന്ന ദിവസം അത് സാധിക്കില്ലായിരുന്നുവെങ്കിൽ ഇത് പ്രഖ്യാപിച്ചവരുടെ നേതാക്കന്മാർക്ക് ഒരു വാക്ക്, ഒരു പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ വേണ്ട ഒരു ലെറ്റർ ആയിട്ടെങ്കിലും തരാമായിരുന്നല്ലോ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിലേക്ക്. എന്താ പറഞ്ഞത്? എനിക്ക് വലിയ രീതിയിൽ അതിന് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്ര ബാലിശമായ കുറെ കാര്യങ്ങൾ വന്ന് പൊതുജന സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞാൽ പൊതുജന സമൂഹം അത് പുച്ഛിച്ച് തള്ളുന്നതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല.
ഈ 15-ാം തീയതി ഒരു മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കണ്ടേ? അതായത് മന്ത്രിസഭ ആരാണെന്നുള്ളത് ഗവർണർക്ക് ലിസ്റ്റ് കൊടുത്ത് ഞങ്ങളുടെ ഭൂരിപക്ഷം തെളിയിച്ച് സർക്കാർ ഉണ്ടായതിനു ശേഷമല്ലേ ഒരു നയം തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിന് മന്ത്രി പിന്നെ ഈ സമരത്തിന് ഇത്ര ആവേശം കാണുമ്പോൾ നിഷ കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ സമരം ചെയ്ത ആളുകളാണ് ഞങ്ങൾ. ഈ ഇത്ര ആവേശമൊന്നും ഒരു മഹിളാ മോർച്ചയ്ക്കും ഒരു യുവമോർച്ചയ്ക്കും പിണറായി വിജയനെതിരെ ചെയ്യാൻ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒരു പിണറായി വിജയനെതിരെ ഇവിടെ ഒരു മഹിളാ മോർച്ചയും ഒരു യുവമോർച്ചയും ഇത്രയും വലിയ സമരം ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറയും. വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യമാണ് ഈ 15 എന്നുള്ളൊരു നമ്പർ പറഞ്ഞതുകൊണ്ട് ആ വാഗ്ദാനം പറയാം. 15 ലക്ഷം രൂപ എവിടെയാണ്? ഓർക്കുന്നുണ്ടോ സിന്ധുമോളെ? പ്രിയപ്പെട്ട സിന്ധുമോൾ ഓർക്കുന്നുണ്ടാവില്ലേ? 15 ലക്ഷം 2014 പ്രഖ്യാപിച്ച വർഷം 22 കഴിഞ്ഞു. എവിടെ പോയി 15 ലക്ഷം? ശ്രീമതി സിന്ധുമോളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? ഈ കേരളത്തിൽ ആരെങ്കിലും അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? ആ 15 ലക്ഷം എവിടെ പോയി? 12 കൊല്ലം കഴിഞ്ഞല്ലോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അബിൻ വർക്കി, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ചെയ്തതിലും വലിയ ശക്തമായ സമരങ്ങൾ ഇവിടുത്തെ മഹിളാ മോർച്ച BJPയുടെ മഹിളകൾ ചെയ്തിട്ടുണ്ട്. തെളിവ് സഹിതം തരാം. നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്ര തവണ സമരം ചെയ്തിട്ടുണ്ട്? പക്ഷേ ശ്രീമതി സിന്ധുമോൾ പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റവും മുൻപ് അവർക്കെതിരെ സമരം ചെയ്തിട്ടുണ്ടോ എന്നാണ് അബിൻ വർക്കി ചോദിച്ചത്. അന്നാ സമരത്തിന്റെ പേരിൽ ജയിലിൽ പോയ ഒരു മഹിളയുടെ പേര് പറഞ്ഞു. നിരന്തരമായി ഇവനെ സൂക്ഷിക്കണം. അബിൻ വർക്കി, നിങ്ങളുടെ നേതാവ് തന്നെ 15-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം പ്രഖ്യാപിച്ച് ഇങ്ങനത്തെ കൈ തന്നു. സ്ത്രീകളുടെ തന്നല്ലോ. ഞങ്ങൾ അതൊന്ന് ഓർമ്മപ്പെടുത്തി. അതിന് എന്തിനാണ് ഇത്ര വെപ്രാളം കൊള്ളുന്നത്? ഇനി പലതും ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. 15 ലക്ഷം എവിടെയാണ്? അതൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ ശരി. താങ്കളെ പറഞ്ഞു സമ്മതിച്ചു. ആ 15 ലക്ഷം എവിടെ? അത് ഓർമ്മപ്പെടുത്താം. 2014 15 ലക്ഷം എവിടെയാണ്? എവിടെ നിന്ന് കേട്ടു 15 ലക്ഷം വെച്ച് അക്കൗണ്ട്? എത്ര തവണ ഞങ്ങൾക്ക് അൽഷിമേഴ്സ് വന്നിട്ടില്ല. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് അൽഷിമേഴ്സ് വന്നിട്ടില്ല. ഞങ്ങൾക്കൊക്കെ കൃത്യമായി ഓർമ്മയുണ്ട്. എന്താ പറഞ്ഞത്? അല്ല, ഇനിയാണ് കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് അല്ലെ MLA-മാർക്കൊക്കെ അൾഷിമേഴ്സ് ബാധിക്കാൻ പോകുന്നത്. നിങ്ങൾ അത്രയധികം അതിനകത്ത് ആശങ്കപ്പെടുന്നത്. ഇത് ഞങ്ങളൊരു 15 ഒരു ഡേറ്റും പറഞ്ഞു. ആ ഡേറ്റിനകത്ത് അത് ചെയ്യാമെന്ന് പറഞ്ഞു. വരും ദിവസങ്ങളിൽ അതിന്റെ പ്രഖ്യാപനങ്ങളും ഡീറ്റെയിൽസും തരാമെന്ന് പറഞ്ഞു. അത് കാത്തിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ല കാര്യം. ഒന്ന്. ഇനി 2, എനിക്ക് TP സിന്ധുമോളൊക്കെ പറഞ്ഞ് 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും ഡീസൽ കൊടുക്കും എന്ന് പറഞ്ഞ മുഖ്യ പ്രധാനമന്ത്രിയുള്ള രാജ്യം ഇത് 12 കൊല്ലമായി. ഇപ്പൊ ഡീസലിന്റെ പെട്രോളിന്റെ വില കൂടി. 50 രൂപയ്ക്ക് ഡീസൽ കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ നടപ്പിലാക്കുമെന്നും പറഞ്ഞു ഒരു ഡേറ്റും ഫിക്സ് ചെയ്ത ഒരു കാര്യത്തിന് ഇവിടെ വന്ന് ഇത്ര വലിയ ആശങ്കാകുലരാകുന്നത് എന്ന് പറയുമ്പോൾ ജനം നിങ്ങളെ എത്രമാത്രം പുച്ഛിക്കുമെന്ന് നിങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ 15 ലക്ഷത്തിന്റെ കാര്യമൊക്കെ അതൊക്കെ കൃത്യമായി വീഡിയോ അടക്കം ഇന്നും നിലവിലുണ്ട്. ഞാൻ ഇനി അതൊന്നും കൂടുതൽ പറയുന്നില്ല. 10 രൂപ പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി കുറച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം എങ്ങും പെട്രോളിന് വിലവർദ്ധന ഉണ്ടായിട്ടില്ല. ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലൊന്നും പെട്രോളിന് വിലവർദ്ധന ഉണ്ടായിട്ടില്ല. ഈ കേരളത്തിൽ നിങ്ങൾ അധികാരത്തിൽ വന്നല്ലോ. TP സിന്ധുമോൾ ഒരു കാര്യം പറ. പെട്രോളിനും ഡീസലിനും UPA സർക്കാരിന്റെ കാലഘട്ടത്തിലെ നികുതിയും ഇപ്പോഴത്തെ നികുതിയും എത്രയാണ്? ജസ്റ്റ് ഈ ഫോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയാം. UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ നികുതി കുറവായിരുന്നു. അതുകൊണ്ടാണ് $180 ക്രൂഡ് ഓയിലിന് വില വന്ന 2012 അന്ന് ഇവിടെ 70 രൂപയോ 75 രൂപയുമാണ് പെട്രോളിന്റെ വില. ഇന്ന് $120 ക്രൂഡ് ഓയിലിന്റെ വില. പക്ഷേ ഇന്ന് വില എത്രയാണ്? 110 രൂപയാണ്. അതിന്റെ കാരണം അന്ന് UPA സർക്കാരിന്റെ കാലഘട്ടത്തിലുള്ള നികുതി കുറവായിരുന്നു. ഇന്ന് നികുതി ഭീകരതയാണ് നടത്തുന്നത്. ഈ ഗോമൂത്രത്തിന്റെയും ചാണകത്തിന്റെയും പവർ ഇത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ലഹള കോമഡി മോർച്ചയുടെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഈ കാള പെറ്റൂന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുത്ത് രംഗത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ചോണം. കേരളത്തിലെ ജനങ്ങൾ UP-യിലോ വടക്കേന്ത്യയിലോ പോലുള്ള ഉൾഗ്രാമങ്ങളിൽ കിടക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത ആളുകളല്ല. ഇവരെല്ലാം നല്ല അരിയാഹാരം തിന്നുന്ന നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണെന്നുള്ളത് സാമാന്യം ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലെ ചർച്ചകൾക്കൊക്കെ വന്നിരിക്കാൻ. അവസാനത്ത് ആ പെട്രോളിന്റെ ഡീറ്റെയിൽ എടുത്തിട്ടപ്പോൾ തന്നെ ചേച്ചിയുടെ കാറ്റങ്ങ് പോയി. എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ നിങ്ങൾ വന്നിരുന്നുകൊണ്ട് ചിരിപ്പിക്കുന്നത്? ഒരു സിനിമ കണ്ടാൽ പോലും ഇത്രയധികം ചിരിക്കാൻ പറ്റില്ല. അതുപോലത്തെ കോമഡി ഐറ്റങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം സമൂഹത്തിൽ കിടന്നുകൊണ്ട് അങ്ങ് വിരകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എബിൻ വർക്കി മാസ് കേട്ടാ, കൊല മാസ്, ഇതുപോലെ വേണം മറുപടി കൊടുക്കാൻ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും